പ്രിയമുള്ളവരെ, നമ്മളുടെ ഈ സമരം, അതിജീവന സമരം വിജയം നേടിയിട്ട് തിരിച്ചു പോകൂ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ 14 ജില്ലകളിലെയും ആശാ വർക്കർമാർ ഒരു ഐതിഹാസികമായ സമരത്തിലാണ്. ഇന്ന് 10ാം ദിവസം നമ്മുടെ പ്രതിപക്ഷ നേതാവ് ആദരണീയനായ വി.ഡി. സതീശൻ സാറ് നമ്മുടെ സമരപ്പത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. നാളെ നടക്കാൻ പോകുന്ന മഹാസംഗമത്തിൽ 10,000 അണിചേരാൻ പോകുന്നതിന്റെ സംഘാടനത്തിലാണ് നമ്മുടെ കേരളത്തിലെ മുഴുവൻ ആശാ സഹോദരിമാരും. വലിയ സംഗമം നടക്കാൻ പോവുകയാണ്. ആവർത്തിച്ച് കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ മന്ത്രിമാർക്ക് ചുട്ട മറുപടി കൊടുത്തുകൊണ്ടാണ് ഇന്ന് 10ാം ദിവസവും ആശാ സഹോദരിമാർ ഇവിടെ നിലകൊള്ളുന്നത്. നമ്മുടെ പിന്തുണ ഏറെ വരികയാണ്. ഈ സമരവേദിയിൽ വന്ന് നൂറുകണക്കിന് ആളുകൾ, സംഘടനകൾ, വ്യക്തികളെല്ലാം വന്ന് കേവലം പിന്തുണയ്ക്കുക മാത്രമല്ല, അവരുടെ ഇടങ്ങളിൽ കൂടുതൽ ബഹുജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഇവിടെ വരുവാനുള്ള തയ്യാറെടുപ്പിലാണ്. നമുക്ക് ഭക്ഷണം തരുവാൻ വേണ്ടി നിരവധി ആളുകൾ വഴിപോക്കമടക്ക് ഈ സമരപ്പന്തലിലേക്ക് വരുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ ഈ സമരം വിജയിച്ചിട്ട് മാത്രമേ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ തിരിച്ചു പോകുള്ളൂ. അതിന് എത്ര നാൾ വേണ്ടി വന്നാലും അങ്ങനെ മാത്രമേ പോകുള്ളൂ. ഇന്നലെ രാത്രിയിൽ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന സർക്കാർ കള്ളം പറഞ്ഞു. 2 മാസത്തെ ഓണവേറിയം കുടിശ്ശിക ഇത് അനുവദിച്ചിരിക്കുന്നു. മാധ്യമങ്ങൾ ബിഗ് ബ്രേക്കിംഗ് ന്യൂസ് കൊടുത്തു. ഇതുവരെ ഒരാളുടെ അക്കൗണ്ടിൽ വന്നിട്ടില്ല. കള്ളം പറയുന്ന സർക്കാരാണ് ഇവിടെ ഇരിക്കുന്നത്. ഓരോ ആശയ്ക്കും 13,200 രൂപ വെച്ച് 2 മാസമായി 26,400 രൂപ തന്നതായി ഇന്നൊരു പത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. കേരളത്തിലെ ഒരു ആശയ്ക്കും കിട്ടിയില്ല. ഈ പണം എവിടെ പോയി? അപ്പോൾ 1 മാസം 7,000 രൂപയായിരുന്നു ഓണറേറിയം. വിവിധ രീതിയിൽ അതിനെ വെട്ടിക്കുറിച്ചുകൊണ്ടിരുന്ന ഓണറേറിയം അങ്ങനെ 13,200 രൂപ എന്ന് കള്ളം പറഞ്ഞിരിക്കുന്നു. ഇനി ഇനി 13,200 രൂപ വെച്ച് 2 മാസത്തെ ഓണറേറിയം അത് ഞങ്ങൾക്ക് തരണം. അപ്പൊ ഒറ്റയടുക്ക് 7,000 രൂപ സർക്കാർ 13,200 എന്ന് പ്രഖ്യാപിച്ചിരിക്കുക. ആശാ വർക്കർമാർത്തുന്ന അതേ കള്ളം വിലപ്പോവില്ല. ഒരു വരികൾക്കിടയിൽ വായിക്കും, അക്ഷരങ്ങൾക്കിടയിൽ വായിക്കാൻ ശേഷിയുള്ള ആശാ വർക്കർമാർ. കാരണം ആരോഗ്യ പ്രവർത്തകരാണ്. പ്രധാനപ്പെട്ട ആളുകളെ തെറ്റിപ്പോയി. ഈ പരിവയിലൊക്കെ 10 ദിവസമായി ഇവിടെ സമരത്തിലാണ്. നിങ്ങളുടെ മുഖത്ത് നോക്കണം. കഴിഞ്ഞ് കരിവാളിച്ചിട്ട് നാട്ടുകാർ തരുന്ന ഭക്ഷണം കഴിച്ചുകൊണ്ട്, കഞ്ഞി വെച്ച് കുടിച്ചുകൊണ്ട് ഇവിടെ സമരം നടത്തുന്നു. ഈ സമരം തകരില്ല, തകർക്കാൻ ആർക്കും സാധ്യവുമല്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഓരോ വ്യക്തിയും കടന്നു വരുമ്പോൾ നമ്മുടെ ഊർജ്ജം വീണ്ടും കൂടുന്നു. പിന്നോട്ടില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടെ സമരം തുടരുകയാണ്. ഈ സമരം വിജയിച്ചു മാത്രമേ തിരിച്ചു പോകുള്ളൂ. നമ്മൾ ഉന്നയിച്ചിരിക്കുന്ന മുഴുവൻ ഡിമാൻഡുകളും അത് വിജയിപ്പിച്ചിട്ട് മാത്രമേ മടങ്ങിപ്പോവുള്ളൂ. കാസർഗോഡ് മുതൽ ആശാ വർക്കർമാർ വണ്ടികൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞു. ഈ കേരളം പുതിയൊരു സമരം കാണാൻ പോവുകയാണ്. അങ്ങനെ ആരെങ്കിലും പോയി സെറ്റിൽ ചെയ്തിട്ട് വന്നാൽ, എവിടെയെങ്കിലും ചർച്ച നടത്തിയാൽ തീരുന്ന സമരമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇന്ന് ആരാധനായ നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ സാർ നമ്മുടെ സമരപ്പന്തലിൽ നേരിട്ടെത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തെ ഈ സംഘടനയുടെ പേരിൽ, ഈ കേരള പൊതുസമൂഹത്തിന്റെ പേരിൽ ഞാൻ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. അധ്യക്ഷനായി നമ്മുടെ ഈ സംഘടനയെ കേരളത്തിലെമ്പാടും നയിച്ചുകൊണ്ട് ഇന്ന് ഈ ഐതിഹാസിക സമരത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റായിരിക്കുന്ന ശ്രീ വി കെ സദാനന്ദൻ സാറിനെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരിമാരെ, മറ്റ് സുഹൃത്തുക്കളെ, 10ാം ദിവസത്തിലേക്ക് കടക്കുന്ന ആശാ വർക്കർമാരുടെ സമരം കേരളത്തിലെ തൊഴിലാളി സമരങ്ങളിൽ ഒരു പുതിയ അധ്യായം തന്നെ എഴുതി ചേർത്തിരിക്കുകയാണ്. അടുത്ത കാലത്തൊന്നും ഒരു തൊഴിലാളി സമരം കേരളത്തിലെ ഇത്രമാത്രം പിടിച്ചു കുലുക്കിക്കൊണ്ട് നടന്നിട്ടില്ല. സമരങ്ങൾ കുറയുന്നു എന്നുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് ഒരു തൊഴിലാളി സമരം, ആശാ വർക്കർമാരുടെ സമരം
അതിശക്തമായി പിടിച്ചു നിന്നുകൊണ്ട് 10ാം ദിവസത്തിലേക്ക് പ്രവേശിക്കുന്നത്. സർക്കാരിനോട് മറ്റൊന്നും നമുക്ക് പറഞ്ഞിട്ടില്ല. വളരെ മിനിമം ഡിമാൻഡുകൾ മാത്രമേ നമ്മൾ മുമ്പോട്ട് വെച്ചിട്ടുള്ളൂ. 2 വട്ടം ചർച്ചകൾ നടത്തി. അവസാനം മന്ത്രിയുമായി നടത്തിയ ആരോഗ്യമന്ത്രിയുമായിട്ട് നടത്തുന്ന ചർച്ചയിൽ അവർക്കൊന്നും തരാനുണ്ടായിരുന്നില്ല. ധനകാര്യ വകുപ്പ് മന്ത്രിയായിട്ട് ആലോചിച്ച് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ എന്നുള്ള കാര്യമാണ് അവർ വിശദീകരിച്ചത്. പക്ഷെ ധനകാര്യ മന്ത്രിയാവട്ടെ വളരെ അത്ഭുതകരമായിട്ട് ആശ്ചര്യപ്പെടുത്തുന്ന വിധത്തിൽ ഈ കേരളത്തിലെ ആശാവർക്കർമാരുടെ വ്യക്തിത്വം തന്നെ അവഹേളിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനയുമായി രംഗപ്രവേശം ചെയ്തതാണ് നമ്മൾ കണ്ടത്. അതുകൊണ്ട് നമുക്കൊന്നേ പറയാനുള്ളത്, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം അവരിപ്പോ തന്നതുപോലെ ഇന്നലെ പ്രഖ്യാപിച്ചതാണ്. ശ്രീമതി എസ് മിനി ഇവിടെ അത് വിശദീകരിച്ചു. ആശാവർക്കർമാർക്ക് ഓണറേറിയം 2 മാസത്തിലെ കുടിശ്ശിക തന്നിരിക്കുന്നു പറയുന്നു. ഇപ്പോൾ പോലും കിട്ടിയിട്ടില്ല. 2 മാസത്തെ കുടിശ്ശിക തരാൻ പറ്റില്ല അവർക്ക്. 1 മാസത്തെ കുടിശ്ശിക പോലും ഇപ്പോഴും ആരുടെയും അക്കൗണ്ടിൽ എത്തിയിട്ടില്ല. ഇന്നലെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് ദിവസങ്ങളായി. 11ാം തീയതി പറഞ്ഞതാണ് കുടിശ്ശിക നൽകുന്നു എന്നുള്ള ഓർഡർ, ഉത്തരവ് വന്നതാണ്. അതിന്റെ സർക്കുലർ എല്ലാവരുടെയും കയ്യിലുള്ളതാണ്. പിന്നെ ഇന്നലെ എന്തിനാണ് പറയുന്നത്? വഴിതിരിച്ചുവിടാൻ വേണ്ടിയാണ്. നമ്മൾ നാളെ നടത്താൻ പോകുന്ന ആശാവർക്കർമാരുടെ മഹത്തായ സംഗമത്തെ തകർക്കാൻ വേണ്ടി, അതിനെ എന്തെങ്കിലും ഒരു ശക്തി കുറയ്ക്കാൻ വേണ്ടി മാത്രമുള്ള അടവാണത് നമ്മൾ മുമ്പോട്ട് വെക്കുന്നത്. നിങ്ങളിപ്പോൾ കൊടുക്കുന്ന ഈ 7000 രൂപ എന്ന ഓണറേറിയം അത് കിട്ടുന്നില്ല. 10 നിബന്ധനകൾ വെച്ചുകൊണ്ട് പരമാവധി കട്ട് ചെയ്തിട്ടാണ് ആശാവർക്കർമാർക്ക് അത് കിട്ടുന്നത്. 3000-വും 4000-വും രൂപയിൽ അപ്പുറം കിട്ടില്ല. ഇനി 7000 കൂട്ടിയാൽ തന്നെ ഈ കേരളം പോലുള്ള ഇത്രയും ജീവിത നിലവാരം ഉയർന്നിരിക്കുന്ന ഒരു സ്ഥലത്ത് ഒരു ദിവസം കിട്ടുന്നത്, ഈ പാവം ആശാവർക്കർമാർക്ക് കിട്ടുന്നത് 233 രൂപയാണ്. 233 രൂപ കൊണ്ട് എങ്ങനെ ഈ സംസ്ഥാനത്തെ ഒരു കുടുംബം പുലർത്തുമെന്ന് ഈ സർക്കാർ ആലോചിക്കണം. ഇടതുപക്ഷ സർക്കാരാണല്ലോ, അത് ആലോചിക്കണമെന്നാണ് ഞങ്ങൾ പറയാനുള്ളത്. അതിലുള്ള വർധനവാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. അതേപോലെ മറ്റ് പല സംസ്ഥാനങ്ങൾ, ബംഗാൾ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ കൊടുക്കുന്ന രീതിയിൽ ഇവർ പിരിഞ്ഞു പോകുമ്പോൾ 18 വർഷം ഈ സംസ്ഥാനത്തെ ആരോഗ്യ വകുപ്പിന് വേണ്ടി എല്ലുപൊടിയെ പണിയെടുത്ത് പിരിഞ്ഞു പോകുന്ന ആശാവർക്കർമാർക്ക് ഒരു തുക കൊടുക്കണം. മിനിമം 5 ലക്ഷം രൂപയെങ്കിലും പിരിഞ്ഞു പോകുന്ന ആശമാർക്ക് കൊടുക്കണം. ഇതാണ് മറ്റൊരു സുപ്രധാനമായ കാര്യം. ഒപ്പം പെൻഷനും. ഇക്കാര്യത്തിൽ ഒന്നും പറയാൻ സർക്കാർ തയ്യാറല്ലാത്ത സാഹചര്യത്തിലാണ് നീണ്ടുപോകുന്നത്. ഈ സമരത്തെ പിന്തുണച്ചുകൊണ്ട് കേരളം മുഴുവൻ തൊഴിലാളികളും, വിവിധ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ, ജനങ്ങൾ മുമ്പോട്ട് വന്ന് അകമടിഞ്ഞ് പിന്തുണച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അഭിമാനമുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് നമ്മുടെ ഈ സമരപന്തലിൽ എത്തിയിരിക്കുന്നു. നമുക്ക് മറ്റൊരു പ്രിയപ്പെട്ട MLA ശ്രീ ഉബൈദുള്ള, മലപ്പുറത്തുള്ള നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അദ്ദേഹവും നമ്മോടൊപ്പം ഇവിടെ എത്തിയിരിക്കുകയാണ്. നമ്മൾ അവരെ സ്വീകരിക്കുന്നു. നമ്മളെ അഭിസംബോധന ചെയ്യാൻ വേണ്ടി ഞാൻ കൂടുതൽ ഒന്നും സംസാരിക്കാതെ വളരെ തിരക്കുള്ള ശ്രീ വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവിനെ ഞാൻ ആദരപൂർവ്വം സംസാരിക്കുന്നു.